പക്ഷെ ഇത് നമുക്ക് ജീവിതകാലം നമുക്ക് ജീവിതമേ ഇല്ല. നമ്മളൊക്കെ എപ്പോഴും ജീവിക്കണം, പ്രത്യേക ജീവിതം നയിക്കേണ്ടവരല്ല. നമ്മളൊക്കെ സദാസമയവും നമ്മൾ ഉള്ള ഒരാൾക്കാരാണ്. നമുക്ക് സദാസമയം ഓർമ്മ വരേണ്ട കാര്യം എന്ത്? ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരമല്ല. ചത്ത് കിടന്നു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരും. ഞാൻ ഇന്നലെ കൂടെ എൻ്റെ സുഹൃത്ത് അദ്ദേഹം മരിച്ചു. ഒരു 4 ദിവസം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു. എൻ്റെ കൂടെ ക്രിക്കറ്റൊക്കെ കളിച്ച് വളർന്നൊരു പയ്യൻ മരിച്ചു. ഞാൻ തന്നെ അവിടെ വീട്ടിൽ അവരടുത്ത് വിളിച്ച് ചോദിക്കാൻ ബോഡി എപ്പോഴാണ് കൊണ്ടുവരിക? എനിക്കും അതന്നല്ലേ അവസ്ഥ, നമുക്കൊക്കെ അതന്നല്ലേ അവസ്ഥ. ഞാൻ പക്ഷെ അത് പറഞ്ഞപ്പോ എനിക്ക് ശ്രദ്ധിച്ച മനസ്സിൽ സ്ട്രൈക്കായി. ഹരേ കൃഷ്ണ അല്ലേ? എവിടെ വാസുദേവൻ? അവന്റെ പേര് വാസു. എവിടെ വാസുദേവൻ? ബോഡി എവിടെയെന്നാ ഞാൻ തന്നെ ചോദിച്ചു. ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉറപ്പാണ്. ആ ശരീരത്തിന് ആ ചൈതന്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് വെറും ജഡമാണ് എന്നുള്ളത് എല്ലാവർക്കും നല്ല ഉത്തമ ബോധ്യമാണ്. അതുകൊണ്ട് അവരുടെ വായിൽ ഒരിക്കലും വാസു വന്നോന്ന് ചോദിക്കില്ല, വാസുവിന്റെ ബോഡി വന്നോന്നേ ചോദിക്കുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു മനോഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതൊക്കെ എന്തായി മാറും? വെറും ഒരു സമയം പാഴാക്കൽ മാത്രമായിട്ട് മാറും. സമയാസമയം ഒരു കുട്ടി ജനിച്ചു, 28, ഒരു 56, അതിൻ്റെ അപ്പുറം നൂല് കെട്ടാൻ പോവോ? 2 വയസ്സിലൊക്കെ പോയി നൂല് കെട്ടാൻ പോയി എന്താകും? നൂല് കെട്ടാൻ മീൻസ് 28 കഴിക്കാന്ന് പറഞ്ഞാൽ ചടങ്ങാതില്ലേ? നൂല് കെട്ടലും മറ്റേ ആ ചടങ്ങ് ഒരു 2 വയസ്സിൽ ചെയ്യാൻ പോയി ഈ സംഭവിക്കും. അപ്പൊ നമ്മള് സമയാസമയം ഭക്തിയുടെ പുരോഗമനം കൊണ്ടുവന്ന് ഉത്തമമായിട്ടുള്ള നിലയിൽ നമ്മൾ ഭക്തി അനുവർത്തിക്കേണ്ടതിന്റെ കൃത്യമായിട്ടുള്ള കാലഘട്ടങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നിട്ട് അതിന്റെ അപ്പുറവും ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എവിടുന്ന് തുടങ്ങി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എനിക്കെല്ലാം അറിയാം, പക്ഷെ ഞാനൊന്നും പാലിക്കില്ല. ആ സ്റ്റേജിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എന്തൊന്നും അറിയാത്തവരായിട്ട് ഇവിടെ ഇരിക്കുന്നവര് ആരും. ഞാൻ പറയുന്നവന് എന്നെക്കാളും കേട്ടവരാണ് നിങ്ങൾ. എന്നെക്കാളും കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. ഞാനൊന്നുമല്ല. ഇവിടെ എന്താ പറയാ, മഹത്തുക്കൾ എന്ന് വിളിക്കപ്പെടാവുന്ന വ്യക്തികൾ ഈ ആസനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിരുന്നു. എന്റെ ഗുരു മഹാരാജ് ഇവിടെ നിന്ന് സംസാരിച്ചു. എന്നിട്ടും നമുക്ക് എന്തേ ഇങ്ങനെ മതിയോ? നമ്മൾ മാറാനുള്ള മനോഭാവം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആയില്ല എങ്കിൽ, ഇവിടെ ഇരുന്നിട്ടെങ്കിലും നമുക്ക് ഡെവലപ്പ് ആയി എങ്ങനെയെങ്കിലും മാറുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ ഇറങ്ങിയാൽ പറ്റില്ല കേട്ടോ, ഉറപ്പാണ്. ഇവിടുന്ന് ആ പടിക്ക് പുറത്തിറങ്ങിയാൽ ഞാൻ മാറിക്കളയാന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോഴെങ്കിലും എന്റെ മനസ്സുകൊണ്ട് എനിക്കിത് മാറണമെന്ന് ചിന്തിക്കുമ്പോൾ ഭഗവാൻ ഒരു വഴി നമുക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇനിയും 10 വർഷം 20 വർഷം അടുത്ത് മരിച്ചു പോകും, വീണ്ടും ജനിക്കും, വീണ്ടും ഇതേപോലെ ആകും. അപ്പൊ ആ ഒരു ജനന മരണ ചക്രത്തിൽ കുടുങ്ങാതിരിക്കാൻ ഭക്തന്മാർ എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള ആളുകളോട് നിങ്ങൾ കൃഷ്ണനെ ജപിക്കൂ, കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്, നിങ്ങൾ ഈ തരത്തിലുള്ള ദേവതാരാധനകൾക്ക് പിന്നീട് കുടുങ്ങി നിങ്ങളുടെ ഭൗതിക സൗകര്യങ്ങളെ കൂട്ടി നിങ്ങൾ കഷ്ടപ്പെടണ്ട, എല്ലാം തരാൻ യോഗക്ഷേമം മഹാമ്യഹം, ഭഗവാൻ എല്ലാം തരാനുള്ള മനസ്ഥിതി ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും, ഭൗതികവും സഫലീകരിക്കും, ആധ്യാത്മികവും സഫലീകരിക്കും. നിങ്ങൾ ഭഗവാനെ ആശ്രയിക്കും. നിങ്ങൾ ദേവതകളെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് ഭൗതികം മാത്രമേ സഫലീകരിക്കാൻ സാധിക്കുള്ളൂ, ആധ്യാത്മികത സഫലീകരിക്കാൻ സാധിക്കില്ല. ഇത് ഭഗവാൻ ഭഗവത്ഗീതയിലും എല്ലാവരുടെയും വ്യക്തമായിട്ട് പറയുന്നു. എങ്കിലും നമ്മൾ കൃത്യസമയത്ത് ആരെയും പൂജയ്ക്ക് സ്വച്ഛമാവാൻ പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം കോഴിനെ എടുത്ത് തലവെട്ടാനും പോകും. ആകും ചെയ്യാറ്. അടുത്തത് എന്ത് പറയുന്നു? സമുദായത്തിൽ മാറ്റിക്കിടക്കുന്നു അവസ്ഥ. അതിന് നിരാകരിക്കാനുള്ള ശക്തി ആർജിക്കാൻ ഇനിയും നമ്മൾ ഏറെ മുന്നോട്ട് പോവുകയായിരുന്നു മനസ്സിലാക്കണം. അതൊക്കെ നിരാകരിക്കും. ഞാനെന്ന ഭാവത്തിനെ കളയാതെ നമുക്ക് ഒരിക്കലും ഭഗവാന്റെ ഭക്തിയിൽ കയറാൻ കഴിയില്ല.
ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. ദേവതകൾ എല്ലാവരും തന്നെ ഈശ്വരന്റെ അംശങ്ങളാണ്, ഈശ്വരന്റെ വിരാട് രൂപത്തിന്റെ അംശങ്ങളാണ്. അവരെല്ലാവരും ഭഗവാനെ സേവിക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഏത് ദേവതകളെ പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ആ ദേവതയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം തരണമെങ്കിൽ അത് ഭഗവാൻ വാങ്ങിച്ചു. കാരണം ഇതൊക്കെ നമുക്ക് വളരെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും നമ്മൾ അവിടെ പോയിട്ട് ശരണം സുഖവിങ്ങുന്ന സീസൺ സ്വാമികളല്ല, സ്ഥിരം സ്വാമികളായിട്ട് മാറുക. അപ്പൊ ഇതാണ് ഈ 3 ശ്ലോകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇന്ന് ഈ കർമ്മങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഭഗവാനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിക്ക് കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസൃതമായി അദ്ദേഹം പ്രവർത്തിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖം ഭവിക്കുകയില്ല. എന്നാൽ അതല്ലാതെ കഷ്ടപ്പെടുത്താൻ ഈ ഭൗതിക വിഷയങ്ങളിൽ ഭൗതിക ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനെ വഴിപെടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുകയോ ചെയ്യുന്ന വ്യക്തികളെ ഒരാൾ വിക്ഷുബ്ധരാകരുതെന്ന് വെച്ചാൽ അവരെ നമ്മൾ പോയി പറഞ്ഞ് കഷ്ടപ്പെടുത്തരുത് വേറെ രീതിക്ക് മാറാനായിട്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിലും പ്രഭുപാദയുടെ പറയുന്നു, ഭക്തന്മാർ അതീവ കാരുണ്യവാന്മാരായതുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനും ഭഗവാന്റെ സേവയിലേക്ക് ഏർപ്പെടുത്താനും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. ഈ സുഹൃതം, അതാണ് പറഞ്ഞ സുഹൃതം. ഈ സുഹൃതത്തിലുള്ള വഴികളാണ് നമുക്ക് സത്സംഗം അടിക്കടിക്ക് തരുന്നുണ്ട്. നമ്മളത് ചെയ്താൽ മാത്രം മതിയേ ഉള്ളൂ. എന്താണ് ഇതിപ്പോ വരാൻ പോകുന്നത്? ഗീതാ ജയന്തി. നമ്മുടെ ധനം നമ്മൾ കഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ധനം ആർജിക്കാനുണ്ട്. ഒരു പങ്കതിലേക്ക് കൊടുക്കുക. ഭഗവത്ഗീത ജയന്തി, ഗീതാ ജയന്തി കൊണ്ടുവന്ന 2-3 ബുക്കുകൾ നമ്മൾ സ്പോൺസർ ചെയ്യുക. അല്ല, ഇവിടെ ഒരു കൃഷ്ണ ജയന്തി വരുന്നു, അതിലേക്ക് കുറച്ച് ധനം കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സേവനം. ഇങ്ങനെ നമ്മളൊരു പാർട്ട് അതിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ദുഷ്കൃതം സുഹൃതമായി മാറും. അത്രയും പാർട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ആർജിച്ചു വെച്ചിട്ടുള്ള ഈ ധനത്തിന്റെ ഒരു പങ്ക് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ആ മാറ്റിയ പങ്കിന്റെ ഭാഗം സുഹൃതമായി ഭവിക്കും. സുഹൃത്ത് എന്തെങ്കിലും എന്ത് സംഭവിക്കുള്ളൂ? നമുക്ക് നല്ല സംഗതികൾ വരുന്നു. അജാമിളന്റെ കഥയിൽ എന്ന് പ്രഭു പറഞ്ഞു. അജാമിളൻ പൂർവാർജിതമായി ചെയ്ത ഒരു സുഹൃതം, ആ സുഹൃതത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ മുറ്റത്ത് വന്ന് കുറച്ച് സന്യാസിമാർ വരികയും കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പോകുന്ന വഴിക്ക് അവർ നാരായണ എന്ന് പേരിടാന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. അത് അദ്ദേഹം 24 വയസ്സിൽ ചെയ്ത പ്രവൃത്തിയുടെ സുഹൃതത്തിന്റെ ഫലം അദ്ദേഹത്തിന് കിട്ടിയതാണ്. അപ്പൊ ഇതുപോലെ നമ്മളൊരു ധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ദാനം ചെയ്യുമ്പോൾ അത് എവിടെ ദാനം ചെയ്യണം പ്രത്യേകം പറയുന്നുണ്ട്. കൃഷ്ണാനുബോധത്തിൽ നിൽക്കുന്നവർക്ക് അത് ദാനം ചെയ്യാവൂ. അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് കൃഷ്ണാനുബോധം പ്രചരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നതുകൊണ്ട്. അപ്പൊ ആ ദാനം എന്തായിട്ട് ഭവിക്കും? സുഹൃതമായി ഭവിക്കും. ആ സുഹൃതം ഉണ്ടാകുന്ന സമയം നമ്മൾക്ക് ഒരു സമയം ഭഗവാന്റെ അനുഗ്രഹം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം നമ്മുടെ പരിശ്രമം അതിനകത്തുണ്ടാവും, സുഹൃതവും ഉണ്ടാവും, ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവും. ഈ 3 സമന്വയിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? നമുക്ക് എവിടെയെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു മാർഗം തുറന്നു കിട്ടും. ഓക്കെ, ഈ ഭൗതിക വിഷയങ്ങളുള്ള താല്പര്യം ഒരിക്കലും നമുക്കത് ഇല്ലാണ്ടാക്കാൻ ഇപ്പൊ കഴിയില്ല. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കാറേ ഇല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. നമ്മളൊന്നും അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാനുള്ള മനോഭാവം നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.